കാറ്റും മഴയും കോട്ടപ്പടി പഞ്ചായത്തിൽ വ്യാപക നാശം. കോട്ടപ്പടി കൽക്കുരിശ് പള്ളിയിൽ ധ്യാനയോഗത്തിനായി സ്ഥാപിച്ച പന്തലിന്റെ അലൂമിനിയം ഷീറ്റുകൾ പറന്നുപോയി. പള്ളിയിലെ കൊടിമരത്തിനും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ കോട്ടപ്പടി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. വാഴ, കപ്പ, ജാതി, തെങ്ങ് എന്നിവയെല്ലാം നാശോന്മുഖമായി. കോട്ടപ്പടി കൽക്കുരിശ് പള്ളിയിൽ വിശുദ്ധ വാരത്തോടനുബന്ധിച്ച് ധ്യാനയോഗത്തിനായി സ്ഥാപിച്ച പന്തലിന്റെ അലൂമിനിയം ഷീറ്റുകൾ ശക്തമായ കാറ്റിൽ പറന്നുപോയി. പള്ളിയിലെ കൊടിമരത്തിനും നാശനഷ്ടം സംഭവിച്ചു. പള്ളിയുടെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിരുന്ന ഓടുകൾക്കും സ്ഥാനചലനമുണ്ടായി. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന്റെ മുകൾ നിലയിലെ സ്റ്റോർ റൂം റൂഫിലുള്ള അലൂമിനിയം GA ഷീറ്റുകൾ മേൽക്കൂരയോടുകൂടെ പറന്ന് ഒന്നാമത്തെ നിലയിൽ പതിച്ചിട്ടുണ്ട്. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള ഫയലുകളും നനഞ്ഞു കുതിർന്നു. മറ്റു മുറികളിലും മഴവെള്ളം കയറി. മഴക്കാലമാകും മുമ്പേ പഞ്ചായത്ത് പരിധിയിലെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റി സഹകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ മീഡിയ 60യോട് പറഞ്ഞു. ഇന്നലെ 4-നും 5-നും ഇടയ്ക്കാണ് സംഭവം ഉണ്ടായത്. കോട്ടപ്പടി പഞ്ചായത്തിൻ്റെ 2ാം നിലയിൽ മുകളിലുള്ള റൂഫ് അതിശക്തമായ കാറ്റിൽ പറന്നു പോവുകയായിരുന്നു. റെക്കോർഡ് റൂം കംപ്ലീറ്റ് വെള്ളം കയറി. പഴയ ഫയലുകളിലൊക്കെ ചെറിയ നനവ് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറന്നുപോയ റൂഫ് പോർച്ചിൻ്റെ മുകളിലേക്കാണ് ചാടിയത്. അപ്പോൾ അതും ഭാഗികമായിട്ട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ പഞ്ചായത്ത് കമ്മിറ്റി ഹാള്, ജനൽ ചില്ലകളൊക്കെ തകർന്നു. അതേപോലെ പഞ്ചായത്തിന് സമീപമുള്ള കൽക്കുരിശ് പള്ളിയുടെ ഓടുകളൊക്കെ പറന്നുപോയി ഒരുപാട് നഷ്ടങ്ങൾ അവിടെയും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും വീടുകൾ, അതേപോലെ തൊഴുത്ത്, കൃഷിസ്ഥലങ്ങളൊക്കെ വളരെ നാശനഷ്ടം സംഭവിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഓരോ വീടുകളുടെ അതിർത്തികളിലും പ്രതികൂലമായ അല്ലെങ്കിൽ ഒരു ഭീഷണി അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ മുറിച്ച് മാറ്റുകയാണെങ്കിൽ വലിയൊരു മഴക്കെടുതിയിൽ ഇനി വരുന്ന കാലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വലിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു പരിഹാരമായിട്ട് അതിനെ കണക്കാക്കാവുന്നതാണ്. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.